മലയാള സിനിമയാണെങ്കിലും ശരി, ഏത് സിനിമയാണെങ്കിലും ശരി, കറുത്ത് തടിച്ച് അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് വില്ലന്മാരായിട്ട് സങ്കല്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ വില്ലൻ സങ്കല്പങ്ങൾ പൊളിച്ചെടുക്കി ദൈവികതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് സാധനം. ഇത് കാരണം എനിക്കൊരു സിനിമയും ചെയ്യാൻ പറ്റി. അമ്മ അച്ഛാ ദേ പോണു കരിങ്കാളി മാമൻ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാട്. എന്നെ ഞാനാക്കിയത് കരിങ്കാളി എന്ന് പറയുന്ന ആൽബം തന്നെയാണ്. നമ്മൾ ആനയെ പാടി ഉറക്കിയെടുത്തുനിന്ന് അവിടം വരെ പോയി. അതിന് ഞാൻ പാട്ട് പാടി കൊടുക്കാം, എന്നിട്ട് നമുക്ക് കുളിപ്പിക്കാമോ. ഞാൻ അവൻ്റെ ചെവിയിൽ അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടി കൊടുക്കും. അത് അന്ന് ആന മതപ്പാടിലായിരുന്നു കേട്ടോ. അങ്ങനെ സാധാരണ നമുക്ക് ആന മതപ്പാടിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റില്ല. ആന പാവാണ് കേട്ടോ. അതിനെ ദ്രോഹിക്കുന്നില്ല ഞങ്ങൾ ദ്രോഹിക്കാറൊന്നും. ആനകൾ എന്ന് പറയുന്നത് ഒരിക്കലും മെരുക്കി വളർത്താൻ പറ്റുന്നതല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ മെരുക്കുന്നോണ്ടാണെന്ന്. അവർക്ക് ആ ഒരു തോട്ടികമ്മൻ, ആ പീഡനം, അതൊക്കെയാണ് അവർ പേടിയെന്ന് പറയുന്നത്. അതുണ്ട്. പക്ഷെ നമ്മൾ പറയില്ലേ, നമ്മള് കുഞ്ഞുമക്കള് നമ്മൾ കുറുമ്പ് കാണിച്ചാൽ നമ്മൾ അച്ഛനമ്മമാര് എന്തിനാ തല്ലണേ, അതെന്തിനാ ചെയ്യണത്, അത് അവർക്കറിയാൻ നന്നായിട്ട്. പല വീഡിയോസിലും കണ്ടിട്ടില്ലേ അവര് ആനപ്പാപ്പാനും തമ്മിലുള്ള ബന്ധം. കാരണം ആ ആനക്കറിയാം ആ ആളെ നോക്കുന്നത് എന്നെ നോക്കുന്ന ആള്. അപ്പൊ എങ്ങനെയാണ് പാപ്പാമാരെ ചവിട്ടിക്കൊല്ലണത് ആന? ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീകുമാരേട്ടനാണ്. നമസ്കാരം. നമസ്കാരം. ചേട്ടനെ കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും പറയേണ്ടി വരത്തില്ല. എന്താണ് ഇയാൾ ആരാണ് എന്താണെന്നൊന്നും. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചേട്ടനെ കുറിച്ച് പറയാം. ചേട്ടൻ പണ്ട് ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ ആനയെ പാട്ടുപാടി ഉറക്കി വൈറലായ ആളാണ്. ഞാൻ ആദ്യം അങ്ങനെയാണ് കണ്ടേക്കുന്നത്, അല്ലേ? ആനയെ വരെ പാട്ടുപാടി എങ്ങനെയാ ചേട്ടാ ഉറക്കാൻ പറ്റുന്നത്? അത് കുഞ്ഞുനാളില് നമുക്കൊരു ആനകളോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് നമുക്കത് നമ്മളൊരു ആനനെ നമ്മൾ തൊടണം എന്നൊക്കെ വിചാരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടം. അതിനെ പരിപാലിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊരു വലിയൊരു ഇഷ്ടമാണ് നമുക്കത്. അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നടന്നത്. അതൊരു കുറച്ച് കഥയുണ്ട്. അത് ആ കഥയാണ് ചോദിക്കുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയാം. ചേട്ടൻ നമ്മുടെ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ്, ഈ പാട്ടിനകത്ത് ഫേസ് പാടി അഭിനയിച്ചേക്കുന്ന ആളാണ്. പക്ഷെ പാടിയേക്കുന്ന വേറെ ആളാണ്. അതെ, പാടിയത് അനൂപ് പുതിയടത്തും പിന്നെ വിനീഷ് കല്ലേറ്റിങ്ങലാണ്. അവരാണ് പാടിയത്. പക്ഷെ ചേട്ടൻ അതിനനുസരിച്ച് ചേട്ടൻ എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ ഈ ഒരു എന്താ പറയാ ആൽബം അത് ഭയങ്കര ഹിറ്റായി. ഇപ്പം കരിങ്കാളി എനിക്ക് തോന്നുന്നു അങ്ങ് മൊത്തം ട്രെൻഡായി പോയി. അത് സിനിമയിൽ ഉപയോഗിച്ചപ്പോ അതിലേറെ ട്രെൻഡായി. ഒരു ട്രെൻഡ് സോങ്ങിൽ അഭിനയിച്ചപ്പോ, അല്ലെങ്കിൽ അഭിനയിച്ചപ്പോ നിങ്ങളുടെ ഒരു കൂട്ടുകാരുടെ സംരംഭത്തിൽ പോയി അഭിനയിച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ ഓക്കെ ആണോടാ, അല്ല ഞാൻ മതിയോ എന്തെങ്കിലും ചോദിച്ചു അവരോട്? അവരാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്. കാരണം അതൊരു വേറെ ആളാണ് ഇതില് അഭിനയിക്കാൻ ഇരുന്നായിരുന്നത്. അപ്പൊ അതിന്റെ തലേദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ഇതിന്റെ ഒരു കോറസ് സെക്ഷനിലാണ് എന്നോട് രാത്രി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് ഈ പാട്ടിന്റെ ഒരു സ്ലൈഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ചെറിയൊരു പോർഷൻ. അപ്പൊ ഞങ്ങളത് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോ നല്ല രസം തോന്നി ഈ പാട്ട്. അപ്പൊ അന്ന് ഇവരോട് ഞാൻ പറയാം, എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറയാം, എടാ നീ ഒരു പാട്ട് കേട്ടാ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്, ഈ പാട്ടിൻ്റെ ഫുള്ള് വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓഡിയോ എന്നാണ് ഇറങ്ങുന്നത്, ഇതൊന്ന് കേൾക്കാനായിട്ട് ഭയങ്കര കൊതിയുണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രിയാണ് ഇതിൻ്റെ എഴുതിയ ആളും സംഗീതം ചെയ്ത കണ്ണൻ ചേട്ടനും ഷൈജി ചേട്ടനും കൂടിയിട്ട് എന്നെ വിളിക്കണത്. ഒരു 11:45-12 മണി സമയത്ത് എന്നെ വിളിക്കുകയാണ്. ശ്രീകുമാരേട്ടാ ഇങ്ങനൊരു ആളെന്നെ കണ്ണൻ ചേട്ടൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഈ പാട്ട് പാടി കൊടുക്കുക ആൾക്ക്. എന്നിട്ട് ഞാൻ ആളോട് ചോദിച്ചു, എന്നാ ഈ പാട്ട് ഇറങ്ങുക, ഇതൊന്ന് കാണാനായിട്ട് ഭയങ്കര കൊതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആളെന്നോട് പറയാം, അതിൻ്റെ കാര്യം പറയണ ചേട്ടൻ വിളിച്ചേ, നാളെ ചേട്ടൻ ഇതിലൊന്ന് വന്ന് അഭിനയിക്കണം. കോറസ് സെക്ഷനിലാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ മെയിനായിട്ട് എന്നെയാണ് നിർത്തിയിട്ട്. അപ്പൊ തന്നെയാണ് ഞാൻ ഈ പാട്ടൊക്കെ പഠിക്കുന്നത് അവിടെ കുത്തിരുന്നിട്ട്. ബാക്കിയുള്ള വരികൾ ഈ മറ്റുള്ള വരികൾ ഫസ്റ്റത്തെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടെ തന്നെ ചെന്ന് പഠിച്ചത് നമുക്ക് രണ്ടൊക്കെ പാടിയാലോ. എനിക്ക് എന്റെ തെറ്റും ശ്രുതി പോവും. നമുക്ക് മറ്റേ ഇത് തൊട്ടണം. ഇതിലൊരു മെയിൻ വരിയുണ്ട്, നമ്മുടെ
കണ്ണൻ ചേട്ടൻ എഴുതിയത്. വരിന്നില്ല ഞാൻ വരികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഹൈലൈറ്റ് വരിയാണ്. അതായത് ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങണം, നെറുകേടികൾ വെട്ടിയരിഞ്ഞവൾ ആടിത്തെളിയണം. അതായത് ആള് പറയണത് നമ്മുടെ പെൺമക്കള് വരും തലമുറയ്ക്ക് പടപൊരുതി ജയിച്ച് മുന്നിലേക്ക് നിൽക്കണം. അതാണ് ഇതിലത്തെ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ തൊട്ട് അങ്ങോട്ട് ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങണം, നെറികേടുകൾ വെട്ടിയരിഞ്ഞവൾ ആടിത്തെളിയണം, നെടുനായകിയായവൾ നാടിന് കൺമണിയാകേണം. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്, എരിവെത്തിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർമുടിക്കെന്തിനി മുല്ലപ്പൂ മലര്, കലിതുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീ അടങ്ങ്. ഇതാണ് വരി. ദിക്കുകൾ കൊട്ടും ദിക്കുകൾ നാലട്ടും പൊട്ടിയടരും, പടക്കോപ്പുകൾ കൂടുന്നേ, ഈ കലികാലത്തിൻ പോർക്കലി തീർപ്പാൻ ശ്രീനേർക്കലി നീ വേണം, തുടി താളത്തിലാടിയ താതന്റെ ഈ മകളെ ശ്രീ കുറുമ്പേ, ഈ മകളെ ശ്രീ കുറുമ്പേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. എനിക്ക് അത് ആ പാട്ടില്ലേ ദിക്ക് അതിനിടക്കത്തെ കോറസ്, അതിൽ ആ പാട്ട് അത് പാടുമ്പോ രോമൊക്കെ എഴുന്നേറ്റ് നമുക്ക് ഭയങ്കര ഫീലാണ്. പാട്ടിന്റെ ഒരു പ്രത്യേകത എല്ലാവരും പറയാത് ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു പാട്ടാണെന്ന് പറയാം. അപ്പം ഈ പാട്ട് പാടിയിട്ടാണ് പിന്നീട് ശ്രീകുമാരേട്ടൻ ഇപ്പം ഭയങ്കര വൈറലായിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ ഒരു 25 വർഷമായി ഞാനിപ്പോൾ ഗാനമേള ഫീൽഡിൽ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ആർട്ടിസ്റ്റുകളുടെ ഇടയിലും അതായത് മറ്റുള്ള സാധാരണ ഒരു ഇതിൻ്റെ ഇടയിൽ ഗാനമേളയിൽ പാടുന്ന ഒരാൾ അറിയാം എന്ന് പറയും. പക്ഷെ എന്നെ ഞാനാക്കിയത് കരിങ്കാളി എന്ന് പറയുന്ന ആൽബം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യം. കാരണം ഏത് ലോകത്ത് ചെന്നാലും തിരിച്ചറിയാന്നാണ്. അത് വലിയൊരു കാര്യമല്ല. ആ ചേട്ടൻ കുഞ്ഞുമക്കള് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. അതേ പോണ് അമ്മ അച്ഛാ അതേ കരിങ്കാളി മാമൻ പോടുന്നു അങ്ങനെ പറയാര്. ഇപ്പൊ ചേട്ടന് കൊച്ചുമക്കൾക്ക് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞില്ല കരിങ്കാളി അഭിനയിക്കുന്നതിന് മുന്നേ ചേട്ടനെ കാണുമ്പോ പിള്ളേർക്ക് ഒരു പേടി, നമ്മള് ചെറുതിലെ മുതല് അത് പറയേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ ചേട്ടാ. അല്ല അങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ ഇന്ന ആള് വന്ന് പിടിച്ചോണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു രൂപം കൊടുക്കൂല. പക്ഷെ കരിങ്കാളി ഇറങ്ങിയതിനു ശേഷം പിള്ളേർക്ക് അങ്ങനെയല്ല, കരിങ്കാളി മാമൻ സ്നേഹത്തിന്റെ. തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ചേട്ടാ ഫീൽ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു ഗാനമേള സ്ഥലത്ത് ചെന്നു, ഇവരാണ് കുഞ്ഞുമക്കളാണ് ആദ്യം നമ്മളെ കണ്ടുപിടിക്കുക. നമ്മളിങ്ങനെ ഇറങ്ങി പോകണ്ടെങ്കിൽ പറയും അമ്മ അച്ഛാ ദേ പോണു കരിങ്കാളി മാമൻ. അങ്ങനെ അവര് അപ്പോഴേക്ക് ആൾക്കാരൊക്കെ പിള്ളേർ സെറ്റുകളൊക്കെ കംപ്ലീറ്റ് ഇവന്മാരൊക്കെ കൂടി പോയിട്ട് കൊണ്ടുവരും. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വർത്താനം പറയലും സെൽഫി എടുക്കലും ഭയങ്കര രസാ. ഇതിനു മുന്നേ പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഗാനമേളയിലൊക്കെ അങ്ങനെ അറിയാം, മറ്റുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. നിങ്ങളെ മറ്റേ ഗാനമേളയിൽ അന്ന് അവിടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ. അപ്പൊ അങ്ങനെ വേറൊന്നുമല്ല, മലയാള സിനിമയാണെങ്കിലും ശരി ഏത് സിനിമയാണെങ്കിലും ശരി കറുത്ത് തടിച്ച് അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് വില്ലന്മാരായിട്ട് സങ്കല്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോ വില്ലൻ സങ്കല്പങ്ങൾ പൊളിച്ചടക്കി ദൈവികതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു സാധനം. ഇത് കാരണം എനിക്കൊരു സിനിമയും ചെയ്യാൻ പറ്റി. വില്ലനായിട്ട് തന്നെ വില്ലനായിട്ട് ഒരു കോമഡി ബിജുകുട്ടൻ ചേട്ടനാണ് നായകനായി. ബിജുകുട്ടൻ അതിലൊരു കോമഡി വില്ലനായിട്ട് തന്നെയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളി. നമ്മൾ ആനയെ പാടി ഉറക്കിയെടുത്തുനിന്ന് അവിടം വരെ പോയി. ആനയുടെ ഒരു കഥയുണ്ടെന്ന്. ആനയുടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞുനാളില് നമുക്ക് എപ്പോഴും എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ്. സത്യം പറയുകയാണെങ്കിൽ
എല്ലാവരോടും ചോദിക്കില്ലേ നമുക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മളോട് ചോദിക്കില്ലേ നിനക്ക് എന്താ പറയാനാണ് എനിക്ക് ആന പാപ്പാനാവാനായിരുന്നു ഇഷ്ടം. അങ്ങനെ തന്നെയാണ്. പിന്നെ അതങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫീൽഡിലേക്ക് ചെറുപ്പം മുതലേ പാടായിരുന്നു. ഞാനത് പഠിച്ചിട്ടില്ല കേട്ടോ, ഒന്നും സംഗീതം പഠിച്ചിട്ടില്ല. ചെറുപ്പം മുതലൊരു പാട്ട് കേൾക്കുമ്പോൾ ദൈവം സഹായിച്ച് കുറച്ച് വലിയ സംഭവം ഒന്നും അല്ലെങ്കിൽ പാടാൻ പറ്റും. അതൊരു വലിയൊരു ദൈവാനുഗ്രഹം. അപ്പം അങ്ങനെയൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗാനമേളയ്ക്ക് പോയപ്പോഴാണ് ഇങ്ങനെ ബാസ്റ്റ്യൻ വിനയ് സുന്ദർ എന്ന് പറഞ്ഞ ആനയുടെ പാപ്പാനും ബാസ്റ്റ്യൻ വിനയ് സുന്ദർ, അതായത് കേരളത്തില് ക്രിസ്ത്യാനി പേരുള്ള ഒരേ ഒരു ആന അല്ലേ? ആ അതെ. നമ്മുടെ അടിവേരുകൾ സിനിമയില് അതില് മോഹൻലാൽ ലാലേട്ടന്റെ അതിൽ ആനയുള്ളത് ഇവരുടെ ആനയായിരുന്നു. അതായത് വിനയ ശങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ആനയുണ്ടായിരുന്നു, അത് ഇവരുടെ ആനയായിരുന്നു. അവരുടെ ഇവർക്ക് ഒത്തിരി ആനകളുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ആനയുള്ളവർക്ക് ഈ ഒരു ആന വിനയ് സുന്ദർ എന്ന് പറയുന്ന ആന. അപ്പൊ ആ ചേട്ടന്റെ കഥയിലേക്ക് നമുക്ക് ആ ആന ഒരു പരിപാടി സ്ഥലത്ത് ചെന്നു. ആ പരിപാടി സ്ഥലത്ത് ചെന്നപ്പോൾ ഇവരവിടെ പൂരത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പയ്യൂർക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ഇവിടെ തൊട്ടടുത്ത ചെങ്ങാലേക്ക്. അങ്ങനെ അവിടെ ബിജു ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ആനയുടെ അടുത്തൊക്കെ എല്ലാ ആനകളുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ പാപ്പന്മാരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. ഈ പൂരൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ ചെന്നിട്ട് പതുക്കെ ഞാൻ എൻ്റെ മാമൻ്റെ മോനെ ചെന്നിട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇതിൻ്റെ പേരെന്താണ്, അവരോടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് പോയപ്പോൾ ഈ ചേട്ടനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ എനിക്ക്. അപ്പോൾ ആളെൻ്റെ പരിപാടി കണ്ടിട്ടുണ്ട്, അതിക്ക് മുന്നേ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി പരിപാടി കണ്ട് ഗാനമേള കണ്ടിട്ട്. അപ്പോൾ ആളോട് ഇങ്ങനെ പറഞ്ഞു വേറൊരു അനുഭവം പറഞ്ഞു, ചേട്ടാ അന്ന് ഗാനമേളയ്ക്ക് പാടിയായിരുന്ന ആൾ. അപ്പോൾ ആൾ പറയാ ഞാൻ നിന്നൊന്ന് കാണാനായിട്ട് ഇരിക്കായിരുന്നു, എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കണ്ടതിൽ. അപ്പോൾ ആളുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ, എനിക്കിങ്ങനെ തൊടാൻ വരെ മോഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ അന്ന് രാത്രി തന്നെ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് ഒരു പാക്കറ്റ് പൊരിയൊക്കെ കൊണ്ടുവന്ന് ആനനെ തൊട്ടു. പിന്നെ ഞാൻ ഇങ്ങനെ ആളോട് പറഞ്ഞപ്പോൾ ആളെങ്ങനെയുള്ള പറഞ്ഞു പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു പ്രോഗ്രാമില്ലാത്ത സമയത്ത് വരൂ നമുക്ക് അവിടേക്ക് പോകാം. അങ്ങനെ ഞാൻ ചേർപ്പിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടുത്തെ പരിപാലനങ്ങളും കാര്യങ്ങളും ആനയുടെ കൂടെ നടക്കലും പൂരത്തിന് പോലും പിന്നെ എന്താ പറയുക ഭക്ഷണം കൂടെ. പിന്നെ അതിൻ്റെ മുതലാളി ഉണ്ട് ആന്റണി ചേട്ടൻ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ മൂപ്പർക്ക് എന്നെ ഞാനിങ്ങനെ പാട്ടുകാരനെന്നൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി നമ്മളെ. പിന്നെ അവിടെ നിന്ന് തൊട്ടങ്ങോട്ട് എന്താ പറയുക അതിനെ കൊണ്ട് നടക്കാനും കാരണം നമുക്ക് ഒരാന എന്ന് പറയുമ്പോൾ അറിയാലോ കുറച്ച് നമുക്ക് പേടിയുണ്ടാവും. ആർക്കായാലും ഒരു പേടിയുണ്ടാവും. ആ ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്നോട് വേറൊരു ആന അടുത്തേക്ക് പോകാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാണ്. ആനയായിട്ടുള്ള മാത്രം ഇപ്പോഴും ബാസ്റ്റിന് തന്നെ പാപ്പനായിട്ട് നിൽപ്പുണ്ട്. ഞാൻ അല്ല ഇപ്പോൾ ഞാനില്ലേ, കാരണം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ തിരക്കുകളും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ആയിട്ട് ആ ഒരു ഉടനെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ആനയുടെ അടുത്തുണ്ടാവും. പൂരത്തിന് പോലും കൊണ്ടുപോകലും വണ്ടിയിൽ കൊണ്ടുപോകലും ഒക്കെ എല്ലാ പരിപാലനങ്ങളും. പുള്ളിന് പാട്ട് പാടി ഇങ്ങനെ പുള്ളി അത് ആനയ്ക്ക് മതപ്പാടിനുള്ള സമയത്ത് ആ സമയത്ത് ഞങ്ങൾ എന്നും അവിടെ കഴുകും കുളിപ്പിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുളിപ്പിക്കുമ്പോഴൊക്കെ ആനനെ കെടുത്തു ഞാനും ഈ ബിജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ബിജു ചേട്ടനോട് ഞാൻ പറയും അതിന് ഞാൻ പാട്ട് പാടി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുളിപ്പിക്കാമെന്ന് പറയും. അപ്പം ഞാൻ എന്നും അവിടെ കിടത്തിയിട്ട് ഞാൻ അവൻ്റെ ചെവിയിൽ അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടി കൊടുക്കും. കൂടുതൽ പാടി കൊടുക്കുന്നത് ഈ പാട്ടാണ്, അല്ലിയിളം പോകുന്ന പറഞ്ഞിട്ട്. അതെ അതെ. കൈവിരലുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം കൈവിരലുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം കന്നിവയൽ കാറ്റേ നീ കൺമണിയെ ഉണർത്താതെ കന്നിവയൽ കാറ്റേ നീ കൺമണിയെ ഉണർത്താതെ നീ തെയ്യം തെയ്യം താ തുള്ളി തുള്ളി നീ നെയ്യം തെയ്യം തുള്ളി 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 വാവാ
അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞല്ലാവോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. അപ്പൊ തന്നെ അവൻ ഉറങ്ങും. അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങും. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ചെവിയാട്ടി കഴിഞ്ഞിട്ട് പിന്നെ ചെവിയൊക്കെ ഇങ്ങനെ ഇടും. അങ്ങനെ ഉറങ്ങും. പിന്നെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ എടുക്കും. പാട്ട് പറഞ്ഞു പാട്ട് തെറ്റിയിട്ടുണ്ടോ, ഓർമ്മയില്ല പാട്ട് ഇപ്പൊ ഒന്നും. ഏതൊക്കെ വരികളൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ രണ്ടുപേര് തെറ്റിയിട്ടുണ്ട്. ആരെടുത്തെടുത്ത് വൈറലാക്കി പാട്ട് പാടി ആനെ ഉറക്കി. അത് അവിടെ നമ്മുടെ ഉണ്ടായിരുന്ന ഈ ചേട്ടല് ഞാൻ പറഞ്ഞില്ലേ, ബിജു ചേട്ടൻ. ബിജു ചേട്ടന്റെ ഒരു മാമന്റെ മോനുണ്ട്. ചേട്ടാ അങ്ങനെ പാടി ചേട്ടാ, ഞാനൊരു വെറുതെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് അന്ന് ആന മതപ്പാടിലായിരുന്നു കേട്ടോ. അങ്ങനെ സാധാരണ നമുക്ക് ആന മതപ്പാടിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റില്ല. ആർക്കും ആന കയറി ചെല്ലാൻ പറ്റില്ല, കാരണം ആന ഉപദ്രവിക്കും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പക്ഷെ നമ്മുടെ ഞാൻ വിളിക്കുന്നത്, ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് കുഞ്ഞൻ എന്നാണ് വിളിക്കുക. ബാസ്റ്റിൻ വിനയസുന്ദർ എന്നാണ് ആനയുടെ പേര്. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഓമന പേര് വിളിക്കുന്നത് കുഞ്ഞൻ എന്നാണ് വിളിക്കുക. ആ വിളിയിൽ എല്ലാം ഉണ്ട്, ആ ഒരു സ്നേഹമുണ്ട്. അപ്പൊ ആ സമയത്താണ് ഈ തറിയിൽ വെച്ചിട്ട് കെടുത്തിട്ട് നമ്മൾ പാടുന്നത് കാര്യങ്ങളൊക്കെ. ആന പാവാണ് കേട്ടോ, പച്ച പാവ. അതിനെ ദ്രോഹിക്കുന്നില്ല ഞങ്ങള് ദ്രോഹിക്കാറൊന്നുമില്ല. ഒരിക്കലും ഇല്ല. നമുക്ക് ആനയെന്നല്ല, ഏത് ആനയായാലും അതൊന്നും നമുക്ക് ഇണക്കി വളർത്താൻ പറ്റുന്ന ഒരു സാധനമല്ല സത്യത്തിലല്ല. പല ആനകൾക്കും പല ആനകൾ എന്ന് പറയുന്നത് ഒരിക്കലും മെരുക്കി വളർത്താൻ പറ്റുന്ന, നമ്മൾ വിചാരിക്കും നമ്മൾ മെരുക്കുന്നോണ്ടാണെന്ന്. അവർക്ക് ആ ഒരു തോട്ടി കമ്പനി, ആ പീഡനം, അതൊക്കെയാണ് അവർ പേടിയെന്ന് പറയുന്നത്. അതുണ്ട്. പക്ഷെ നമ്മള് പറയില്ലേ, നമ്മള് കുഞ്ഞുമക്കള് നമ്മള് കുറുമ്പ് കാണിച്ച നമ്മളെ അച്ഛനമ്മമാര് എന്തിനാ തല്ലണേ, അതെന്തിനാ ചെയ്യണത്, അതവർക്കറിയാം നന്നായിട്ട്. അപ്പൊ ചെറിയൊരു പടിക്ക് പതുക്കെ തല്ലു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ ആ സ്നേഹം പലരും കണ്ടിട്ടില്ലേ, പല വീഡിയോസിലും കണ്ടിട്ടില്ലേ, അവര് ആനയും ആനപ്പാപ്പാനും തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ അതൊരു സ്നേഹം. കാരണം ആ ആനയ്ക്കറിയാം ആ ആളെ നോക്കുന്നത്, എന്നെ നോക്കുന്ന ആള്. അപ്പൊ എങ്ങനെയാണ് പാപ്പാമാരെ ചവിട്ടിക്കൊല്ലണത് ആന? ഏതാ? അത് പല സംഭവങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഉറക്കൊളിക്കുക, പിന്നെ ഇടക്കോളുകൾ വരിക, അതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. സത്യം, ഞാനിപ്പം തർക്കിക്കാൻ വേണ്ടി ചോദിച്ചല്ല കേട്ടോ. നമ്മള് ഈ വീഡിയോ കാണുന്നവര് ചോദിക്കും, പിന്നെ ആന ചവിട്ടിക്കൊല്ലുന്നത്. അപ്പൊ അതായത് പൂരത്തിന് പോവുകയാണെങ്കിലും പല പാപ്പമാര് പറയാറുണ്ട്, അതിന്റെ ഉടമസ്ഥതയിൽ, അതായത് എന്റെ അനുവാദം കൂടാതെ ഒരാൾ ആനനെ തൊടാനോ ഭക്ഷണം കൊടുക്കാനോ പാടില്ല. അത് പലരും തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആനയ്ക്കൊക്കെ ദേഷ്യം വരുന്നത്. പല കാര്യങ്ങളെ കൊണ്ട് വരുന്നത്. ചിലപ്പോൾ പൂരത്തിന് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വാലുമ പിടിക്കും ചിലവർ, ചിലപ്പോൾ നാലുമ പിടിച്ച് വലിക്കും. നമ്മളല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ മേത്ത് തൊട്ടാൽ നമുക്ക് ഇഷ്ടമുണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത്. ചിലർ വന്നിട്ട് മദ്യപിച്ചിട്ട് പറയും, എനിക്ക് അതിൻ്റെ കുമ്പുമ്പം തൊടണം. അപ്പം നമ്മൾ പറയും, മോനെ അത് ചെയ്യരുത്. കാരണം ആനകൾ ഉറക്കൊളിച്ച് നിൽക്കുന്നതാണ്. പൂരങ്ങളെ എടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ആനകൾ ഉറക്കൊളിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ആൾക്കാരികൾ വന്നിട്ട് നമ്മളോട് പറയണത്, ഫോട്ടോ കൊമ്പുമ്പോൾ പിടിച്ച് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ആനയ്ക്ക് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആന കുറേയൊക്കെ മാറിപ്പോകുന്നത്. അതെല്ലാവരോടും എല്ലാ പാപ്പാമാരും പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതാണ് കുറെ ഉണ്ടാവുന്ന സംഭവങ്ങൾ. വേറെ എന്താ ജോലി? ഇപ്പം ചേട്ടൻ ഒരു പ്ലേ ബാക്ക് അല്ല, ഒരു എൻ്റെ പ്രൊഫഷൻ ഇതാണ്. ഞാൻ 25 വർഷം ഇതില്, ഈ ഗാനമേള ഫീൽഡിൽ. ഇത് തന്നെയാണ് എൻ്റെ ജീവിതം. എനിക്ക് അതും ഒരു ഇതുണ്ടായിരുന്നു, കൂടെ പോവായിരുന്നു, ആനയുടെ കൂടെ പോവായിരുന്നു. അതും എൻ്റെ ഒരു ജീവിതമാർഗ്ഗമായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി തിരക്കുകളായി. നമുക്ക് പ്രോഗ്രാമിന് പോകാൻ. ചേട്ടൻ ആദ്യമായിട്ട് പാടിയത് എവിടെയാണ്? എങ്ങനെയാണ് ഈ പ്ലേ ബാക്ക് അല്ല ഈ പറയുന്ന ഗാനമേളയിൽ പാടാനുള്ള ഒരു ഇതിലേക്ക് വന്നത്? സ്കൂളിൽ വെച്ചിട്ട് ഒരു 9ാം ക്ലാസ്സിൽ വെച്ചിട്ട് സ്കൂളിൽ ബെഞ്ചുമ്മ നമ്മള് കൊട്ടിപ്പാടും. കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മോളി ടീച്ചറുണ്ട്. മോളി ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് വന്നത്. നീ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ,
ഇന്ന് നിന്നെ കൊണ്ടൊരു പാട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം ഒരു ലളിതഗാനം എന്നെ കൊണ്ട് യൂത്ത് ഫെസ്റ്റിവലിൽ സ്റ്റേജിൽ കയറ്റിയിട്ട്. ആണോ? ഏതാണ്? മറ്റേ കഴിഞ്ഞു പോയ കാലമാണ്. അല്ല, ആ കാലത്ത് ലളിതഗാനം ഹിറ്റായിട്ട് വേറെ ഒരു പുഷ്പസുരഭില ശ്രാവണത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആ ഒരു സോങ് ലളിതഗാനം പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആനിവേഴ്സറി അപ്പോൾ അവിടേക്കും വീണ്ടും പാടി. അങ്ങനെ കയറ്റി അവിടെ നിന്നാണ് പാടാനുള്ളൊരു ഇത് കിട്ടിയത് നമുക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നാട്ടിൽ ഒരു പുതുക്കാട് ഭാഗത്തൊരു ഗാനമേള ഓർക്കസ്ട്രയൊക്കെ വന്നിട്ട്, അന്ന് ഈ കരോക്ക് അങ്ങനത്തെ സംഭവങ്ങളും വന്നിട്ടില്ലേ, ഓർക്കസ്ട്ര തന്നെയാണ്. അപ്പോൾ ഒരു അമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നപ്പോൾ എൻ്റെ ഇവിടുത്തെ ഒരു കൂട്ടുകാരുണ്ട്, ശിവദാസ് എന്ന് പറഞ്ഞിട്ട്. അവന് പുതുക്കാട് ഒരു ബെന്നി, ഒരു ജിനേഷ്, അവരൊക്കെ എന്നെ അന്വേഷിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഹിന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടം പാടാനായിട്ട്. അപ്പോൾ ഇവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അപ്പോൾ എല്ലാവരും തുടക്കക്കാരാണ്. അപ്പോൾ ഒന്ന് പാടാമെന്ന് പറഞ്ഞിട്ട് റിഹേഴ്സലിന് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ കൂട്ടത്തിൽ അന്ന് കലാപം പീറ്റർ ചേട്ടൻ, കുഞ്ഞുമോൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചേട്ടനായിട്ടായിരുന്നു റിതംബാഡൊക്കെ വായിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ ആദ്യം പാടി പാട്ട് മുസാഫിർ എന്ന് പറയുന്ന ഒരു പാട്ടാണ് പാടിയത്. അത് പാടി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ പോലെ അവിടെ നിന്നും എനിക്ക് കുറേ കണക്ഷൻ കിട്ടി അവരായിട്ട്. പിന്നെ മേരെ സപ്പനോക്കി അങ്ങനെയാണ്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെയൊക്കെ ഗാനമേളകൾ നടക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഗാനമേളകൾ നടക്കും. ഗാനമേളകൾ നടക്കുമ്പോൾ തിരുങ്ങോടി ഇതിൽ വരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ചെന്നിട്ട് സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ടീച്ചർ തന്നെയാണ്. ആ സമയത്ത് ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന കാലത്ത് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഗാനമേള നടക്കുമ്പോൾ ചേട്ടാ ഒരു പാട്ട് പാടാൻ ചാൻസ് തരുമോ? ഒരു പാടാൻ ചിലർ അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ കമ്മിറ്റിക്കാരോട് ചോദിക്കണം. കമ്മിറ്റിക്കാരോട് ചോദിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടും. അങ്ങനെ കുറേ സ്ഥലത്തുനിന്ന് കരഞ്ഞു പോന്നിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊരു വിഷമമായിരുന്നു. നീ എന്തിനാ കരയുന്നത്? അന്ന് അവർ വിളിച്ചു കയറ്റിയിരുന്നെങ്കിൽ ഇത്രയും പോലും പാടാൻ പറ്റത്തില്ലായിരുന്നു. അന്നറിയോ ചേട്ടൻ കണ്ണു നിറക്കരുത്, ഞാനെന്നറിയും. അങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചേച്ചി എന്നെ ഇടിക്കും. ചേച്ചി എന്നെ ഇടിക്കും ചേട്ടനെ കരയിച്ചെന്ന് പറഞ്ഞിട്ട്. അല്ല, നമ്മുടെ ജീവിതാനുഭവം അതൊക്കെ. പക്ഷെ ഇന്ന് ഒരുപാട് ഇങ്ങനെ അപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ ചേട്ടനോട് ചെന്നിട്ട് ആ ചാൻസ് ചോദിക്കുന്നുണ്ടെന്ന്. ചേട്ടൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ചേട്ടൻ ഞങ്ങളൊന്ന് പാടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് അവരെ കേൾക്കുമെങ്കിലും ചെയ്തു. അതെ ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചാൻസ് ചോദിക്കുന്നവരോട് ആദ്യം ഞാൻ പറയും എനിക്ക് മനസ്സിലാവും അന്ന്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, കമ്മിറ്റിക്കാരോട് നമുക്കൊന്ന് ഇവിടെ ചോദിക്കുമല്ലോ, കമ്മിറ്റിക്കാരോട് ചോദിക്കും. എന്നിട്ട് ഞാൻ പാടിപ്പിക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ വന്ന വഴി എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ കയറ്റി പാടിപ്പിക്കും. എന്നിട്ട് ഇനിയിപ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ പറയും ചേട്ടാ ഒരാഗ്രഹമല്ല അവരുടെ, ഒന്ന് അവരെ പാടിക്കും. ഞാൻ ഇത് നിൽക്കാം, അത് പാടട്ടെ. ഒരു മോളായാലും ഒരു മോനായാലും വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ പറയും ഒന്ന് പാടിക്കോട്ടെ അവർ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അവർ പറയും എന്നാൽ ശ്രീകുമാറിന് ഉറപ്പുണ്ടെങ്കിൽ എന്നാൽ പാടിച്ചോളൂ. കഴിവുണ്ടായിട്ടും ഒരുപാട് ആളുകൾ രക്ഷപ്പെടാതെ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് പേര് പൊങ്ങി വരുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കോമഡി ഉത്സവം അല്ലേ, വലിയൊരു ഫ്ലാറ്റായിരുന്നു അല്ലേ. ശരിക്കും നല്ല അടിപൊളിയായിട്ട് എന്താ പറയാ, ഒരുപാട് കലാകാരന്മാർ അതിലൂടെ വന്നിട്ട് ഫേമസ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കാലത്ത് എന്തിൻ്റെയൊക്കെ കാരണം കൊണ്ട് നമ്മളെ ഒക്കെ മാറ്റി നിർത്തുകയും പിന്നീട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് പച്ച പിടിച്ച് വരുമ്പോൾ പിന്നീട് നമ്മളെ വിളിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അതാണ് പറയുന്നത്, ബൂമറാങ് ആണ്. ബൂമറാങ്. ചേട്ടൻ 2 പാട്ട് അല്ലാണ്ട് പാടിക്കേ, എന്തെങ്കിലും 2 പാട്ട്. ഹിന്ദിയാണ് എന്താണേലും പാടിക്കും. കൂടുതൽ പാടാറ്. പണ്ട് ഞങ്ങളെ ഗാനമേളയിലൊക്കെ ഹിന്ദിക്കാർ വരില്ലേ, ഹിന്ദി പാടുന്നവർ വന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ പൊക്കി കെട്ടി വെച്ചിട്ട് അവർ പാടാൻ വരുമ്പോഴത്തേക്കുണ്ടല്ലോ എങ്ങനെയാന്ന് പറയാ, പാടുന്നതിന് മുന്നേ ഒരു സ്റ്റേജിൽ കിടന്ന് ഇങ്ങനെ കളിക്കും, പാടാൻ നേരത്ത് ഇങ്ങനെ കവച്ചിട്ട് ജീൻസ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കൊറേ കഴിഞ്ഞിട്ട് പാട്ടൊന്ന് മൂടായി ഒരു സ്റ്റൈലൊക്കെ വരുമ്പോ മൂട്ടി അഴിച്ചിട്ട് ഒരു പെർഫോമൻസ്. പാട്. ജബ് സേ തുझे देखा दिल को कहीं
आराम नहीं, मेरे होठों पे एक तेरे सिवा कोई नाम नहीं, बन गया हूँ मैं तेरा दीवाना, धीरे धीरे से दिल को चुराना, तुमसे प्यार हमें है कितना जाने जाना, तुमसे मिलकर तुमको है बताना, धीरे धीरे से मेरी जिंदगी में आना, धीरे धीरे से दिल को चुराना. ഓക്കെ ചേട്ടാ, ചേട്ടൻ്റെ വീട്ടില് ഭാര്യയും അമ്മയും അമ്മയും അമ്മയുള്ള. ഇവിടെ എനിക്ക് ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. അവര് ചേട്ടനപ്പുറത്ത് താമസിക്കുന്നു. ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് തൃശ്ശൂര് പുത്തൂർക്ക്. അപ്പം അടിപൊളിയായിട്ടിരിക്കും. ഇനിയും ബാസ്റ്റിനെ കാണാൻ പോകുമ്പോ ബാസ്റ്റിന്റെ കാര്യം ചോദിക്കാൻ ആള് വന്നായിരുന്നെന്ന് പറയാം. പോകാൻ പറ്റിയിട്ടില്ലേ കുറച്ച് നാളായിട്ട്. എന്തായാലും പോകും. എന്റെ വക ഒരു ശർക്കര എക്സ്ട്രാ കൊടുക്കണം. ഓ, തീർച്ചയായിട്ടും കൊടുക്കാം. ശരി, താങ്ക്സ് ചേട്ടാ. താങ്ക് യു വെരി മച്ച്.